നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കരുത്താർജിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേന. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ ആഴം അല്ലെങ്കിൽ അതിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പല ആയുധങ്ങൾക്കും ഇപ്പോൾ ആഗോള വിപണിയിലടക്കം വലിയ ഡിമാൻഡാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ നിരവധി രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ വാങ്ങുവാനായിട്ട് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത് പല വമ്പൻ രാജ്യങ്ങൾക്കും ഇതൊരു ഭീഷണിയായി തന്നെ തുടരുകയാണ്. ഏതായാലും നമ്മുടെ പ്രതിരോധ നിരയിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും കരുത്തരായിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പുതിയ ആയുധങ്ങളാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. എതിരാളികളെ നേരിടാൻ പൂർണ്ണ യുദ്ധസജ്ജമായ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റഡ് ഗണത്തിൽപ്പെട്ട INS തമാൽ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ്. റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നിർമ്മിച്ച കപ്പലിന്റെ കമ്മീഷനിങ് ചടങ്ങുകളും അവിടെയാണ് നടന്നത്. വെസ്റ്റേൺ നാവികസേന ആസ്ഥാന മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജെ സിംഗ് മുഖ്യ അതിഥിയായിരുന്നു. വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പലാണിത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ 26% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷിൽ ക്ലാസ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് INS തമാൽ. റഷ്യൻ സഹകരണത്തോടെയാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയോടുകൂടി ഈ കപ്പൽ ഇന്ത്യ നാവികസേനയ്ക്ക് ലഭ്യമാക്കിയത്. ഈ നീക്കം ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കും. തൽവാർ ക്ലാസിലെ പ്രൊജക്ട് 1135.6 പരമ്പര 8ാമത്തെ കപ്പലാണിത്. തുഷിൽ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ 2ാമത്തെ കപ്പലാണ് തമാൽ. ഈ ക്ലാസ്സിലെ മുൻ 7 കപ്പലുകളും വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ്. റഷ്യൻ ക്രിവാക് ക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിന്റെ നിർമ്മാണം നടന്നത്. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യുവൽ റോൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ഉപരിതല വായു മിസൈലുകൾ, 100 മില്ലിമീറ്റർ മെയിൻ ഗൺ, 30 മില്ലിമീറ്റർ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റംസ്, ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ, ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആണവ ജൈവ രാസ പ്രതിരോധത്തിനായുള്ള നൂതന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ, സംരക്ഷിത നിയന്ത്രണ പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവയും കപ്പലിലുണ്ട്. തൽവാർ ക്ലാസ് ശ്രേണിയിൽ 4 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ 2016 റഷ്യയുമായി ധാരണയായത്. ഇതിൽ ആദ്യത്തേതായ INS തുഷിൽ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തു. ശേഷിക്കുന്ന 2 ഗോവ കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത്. കപ്പലുകൾക്ക് വേണ്ടി 21,000 കോടി രൂപയാണ് ചിലവഴിച്ചത്. 39,000 ടൺ കേവ് ഭാരമുള്ള കപ്പലിനെ 125 മീറ്ററാണ് നീളം. വെർട്ടിക്കൽ ലോഞ്ച്, ഹ്രസ്വദൂര എയർ ടു എയർ മിസൈൽ, മധ്യദൂര സർഫസ് ടു എയർ മിസൈൽ എന്നിവയുൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കപ്പലിലുണ്ട്. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരുത്ത് വർദ്ധിപ്പിച്ച് INS തമാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുണ്ടായ പോരാട്ടവും പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുകയാണ് ഇന്ത്യ. വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. INS തമാൽ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ എണ്ണം 4ആയി. 2 കൂടി തദ്ദേശീയമായി നിർമ്മിച്ചു വരികയാണ്. റഷ്യൻ ഡിസൈനിലുള്ള 4 യുദ്ധക്കപ്പലുകളാണ് കരാർ പ്രകാരം നിർമ്മിക്കുക. റഷ്യയിൽ 2 യുദ്ധക്കപ്പൽ നിർമ്മിക്കാനും ശേഷിക്കുന്ന 2 ഇന്ത്യയിൽ ഗോവ ഷിപ്പ്യാർഡിലും നിർമ്മിക്കാനായിരുന്നു ധാരണ. ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയെ ത്രിപുത് ക്ലാസ് എന്നാണ് വിളിച്ചത്. നുഴഞ്ഞുകയറ്റം തടയും ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും ഇന്തോ പസഫിക് മേഖലകളും സുരക്ഷാ ഹോട്ട്സ്പോട്ടുകളായി മാറിയിരിക്കുകയാണ്. ഈ മേഖലകളിൽ INS തമാൽ ഫലപ്രദമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കച്ചിനടുത്തുള്ള അറബിക്കടൽ അതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നിരീക്ഷിക്കാനും INS തമാൽ സഹായകമാവും. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് മുൻപ് ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ വെച്ച് ഇന്ത്യ INS തമാലിന്റെ കഴിവുകൾ വിലയിരുത്തിയിരുന്നു. പ്രത്യേകിച്ചും ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധ സംവിധാനങ്ങൾ പരീക്ഷിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ പറന്ന മിസൈൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. റഡാറുകളുടെ കണ്ണിൽ അകപ്പെടാതെ അത് ഒഴിഞ്ഞുമാറി. ബ്രഹ്മോസിന്റെ ഈ കഴിവ് ഇന്ത്യക്ക് വലിയ ശക്തിയാണ്. ഒരു നിശ്ചിത ഉയരത്തിൽ വസ്തുക്കളിൽ നിന്നുള്ള വികിരണം തിരിച്ചറിഞ്ഞാണ് റഡാർ
റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ INS തമാലിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈൽ റഡാർ പരിധിയിൽപ്പെടാതെ വളരെ താഴ്ന്നാണ് പറന്നത്. S-500, അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും INS തമാലിൽ നിന്നുള്ള ബ്രഹ്മോസിന്റെ ഈ കഴിവിൽ പരാജയപ്പെട്ടേക്കാം. കടൽ യുദ്ധത്തിന് വേണ്ടി പ്രത്യേക രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലാണ് INS തമാൽ. എന്നാൽ കരയിലെ ശത്രുപാളയങ്ങൾ ലക്ഷ്യമാക്കിയുള്ള മിസൈൽ ആക്രമണങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. കരുത്ത് വർദ്ധിപ്പിച്ച് INS തമാൽ 26% തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് INS തമാൽ നിർമ്മിച്ചത്. INS തമാലിൽ അത്യാധുനിക റഡാർ സംവിധാനവും ഭാരമേറിയ ടോർപീഡോകളും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെ നൂതനമായ നിരവധി സംവിധാനങ്ങളുണ്ട്. AK-630, A-19-001-100 മെയിൻ ഗൺ, RBU-6000 ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചർ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഷട്ടിൽ സംവിധാനവും കപ്പലിലുണ്ട്. പരമ്പരാഗത ആണവ പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന മിസൈലിന്റെ പരിധി 290 കിലോമീറ്ററിൽ നിന്ന് 450 മുതൽ 500 കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള ഫ്രിഗേറ്റീവിന്റെ സ്റ്റെൽത്ത് ശേഷിയും രൂപകൽപ്പനയും ശ്രദ്ധേയമാണ്. INS തമാലിന്റെ റഡാർ സംവിധാനത്തിന് വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും പെട്ടെന്ന് കണ്ടെത്താനും ഫലപ്രദമായ പ്രത്യാക്രമണങ്ങൾ നടത്താനും കഴിയുമെന്നും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫ്രിഗേറ്റിന്റെ അത്യാധുനിക ആയുധ സംവിധാനം ശക്തമായ സമുദ്ര പ്രതിരോധവും എതിരാളികൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടിക്കാനുള്ള ശേഷിയും ഉറപ്പാക്കുന്നു. ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം ബരാക് 8 മിസൈലുകളും INS തമാലിൽ വിന്യസിക്കാനാവും. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ല വിമാനങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ തിരിച്ചറിയാൻ ബരാക് 8-ന് സാധിക്കും. 70 മുതൽ 100 കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്താൻ ഇതിന് കഴിവുണ്ട്. 360 ഡിഗ്രി കവറേജും ഇത് ഉറപ്പു നൽകുന്നു. കപ്പലിൽ 250-ലധികം ജീവനക്കാരുള്ളതായാണ് വിവരം. സെന്റ് പീറ്റേഴ്സ്ബർഗിലെയും കലിൻഗ്രാഡിലെയും വെല്ലുവിളി നിറഞ്ഞ ശൈത്യകാല സാഹചര്യങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഇവർ. ഗണ്ണറി മിസൈൽ യുദ്ധങ്ങളിൽ വിദഗ്ധനായ ക്യാപ്റ്റൻ ശ്രീധർ ഡാറ്റയാണ് യുദ്ധക്കപ്പലിന്റെ കമാൻഡർ. കമ്മീഷനിംഗ് ചടങ്ങിൽ കപ്പലിലെ ജീവനക്കാരുടെയും റഷ്യയുടെ ബാൾട്ടിക് നാവിക കപ്പലിന്റെയും സംയുക്ത ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു.